നമസ്കാരം. സോണറ്റിനും സെൽറ്റോസിനും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഇന്നോവേഷനുമായിട്ട് കിയ അവരുടെ സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിലുള്ള ഒരു കോമ്പാക്റ്റ് SUV ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. കിയയുടെ സിറോസ് എന്ന് പറയുന്നൊരു വാഹനമാണ്. ഈ ഒരു വാഹനം യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും യഥാർത്ഥത്തിലുള്ള ഒരു വാഹനം കൊണ്ടുവന്നിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ പറയുകയാണ് വേണ്ടത്. വാഹനം കിട്ടുവാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത്. എന്നാൽ ഈ ഒരു വാഹനത്തെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, അതിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു വാഹനം അവൈലബിൾ ആയിട്ടുണ്ട്. അത്തരത്തിലൊരു വാഹനം നമ്മുടെ ചാനലിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ചാനലിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമേ തന്നെ ഡിസൈൻ ലാംഗ്വേജ് കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ ലാംഗ്വേജാണിത്. ആദ്യമേ കാണുമ്പോഴത്തേക്കും നമുക്ക് അത്ര അങ്ങ് ദഹിക്കത്തില്ല. എന്നാൽ കണ്ട് ഈ ഒരു ഡിസൈൻ ലാംഗ്വേജ് നല്ല രീതിക്ക് ഇഷ്ടമാകും എന്നാണ് കമ്പനിയുടെ ഒരു വിശ്വാസം. അതായത് ഇവരുടെ ഡിസൈൻ ലാംഗ്വേജിനെ കമ്പനി പറയുന്നത് തന്നെ ഓപ്പോസിറ്റ് യുണൈറ്റ്സ് എന്നുള്ള രീതിക്കാണ്. അതുമാത്രമല്ല എക്സ്റ്റീരിയർ ഡിസൈൻ ഉണ്ടല്ലോ, അതിനെ കമ്പനി പറയുന്നത് പവർ ടു പ്രോഗ്രസ് എന്നുള്ള രീതിക്കാണ്. അതായത് ഇതെല്ലാം ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ടാഗ് ലൈൻ മാത്രമാണ്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു കിയയുടെ തന്നെ EV9 ഒരു ഫ്രണ്ട് ഫേഷ്യയുമായിട്ടൊരു സാദൃശ്യമുണ്ട്. അതുമാത്രമല്ല സ്കോഡയുടെ യത്തി എന്ന് പറയുന്ന വാഹനവും അല്ലെങ്കിൽ ഡിഫൻഡറിന് അതുമല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഒരു വാഗണാറിൻ്റെ ഷേപ്പ്, ബാക്കിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു വാഗണാറിൻ്റെ ഷേപ്പ് ഉണ്ട്. പക്ഷേ സിയറ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ബി പില്ലറിനോട് സാദൃശ്യം തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ബി പില്ലറിനുണ്ട്. സിയറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ടാറ്റയുടെ സിയറ എന്ന് പറയുന്ന വാഹനമാണ്. പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈഗർ നോസ് ഗ്രില്ലിൻ്റെ ഒരു ഷേപ്പൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞാൽ ഇതൊരു EV വാഹനമാണ് എന്ന് നമുക്ക് തോന്നും. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ EV വേർഷൻ 2 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും. തീർച്ചയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഐസ് ക്യൂബ് കൈൻഡ് ഓഫ് ആ ഒരു സ്റ്റൈലിലുള്ള ഹെഡ്ലൈറ്റ് പാറ്റേൺ വന്നിട്ടുണ്ട്. അത് കുറച്ച് താഴത്തേക്കാണ് ഇറങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബമ്പറൊക്കെ ഒരയുന്ന സമയത്ത് ആ ഹെഡ്ലൈറ്റ് ഒരയുമോ എന്നൊരു വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെയിൽ ലൈറ്റും അതുപോലെ തന്നെ കുറച്ച് താത്തിയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പ്രധാനമായിട്ടും നമ്മൾ കാണുന്നൊരു ഡിസൈൻ ചേഞ്ച് എന്നുള്ള രീതിക്ക് ഈ ഒരു ഫ്ലഷ് ഫിറ്റ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ നമുക്ക് ബ്രഷ്ഡ് ആയിട്ടുള്ള അലുമിനിയം ഇൻസേർട്ട് കാര്യങ്ങളൊക്കെ അറിയാം. 6 വേരിയൻറ്റിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 2 എഞ്ചിൻ ഓപ്ഷനിലും 6 കളേഴ്സിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. എഞ്ചിൻ എന്ന് പറയുന്നത് 1 ലിറ്റർ ടർബോ ചാർജഡ് ആയിട്ടുള്ള ആ ഒരു സ്മാർട്ട് സ്ട്രീം എന്ന് പറയുന്ന ഒരു എഞ്ചിനാണ്. അത് മാത്രമല്ല 1.5 ഡീസൽ എഞ്ചിനുമുണ്ട്. DCT ട്രാൻസ്മിഷനിലും അത് മാത്രമല്ല പ്യുവർ ടോർക്ക് കൺവേർട്ടഡ് ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അത് മാത്രമല്ല മാനുവലിലും പെട്രോൾ മാനുവലുണ്ട്, ഡീസൽ മാനുവലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അത് മാത്രമല്ല 15 ഇഞ്ചിൻ്റെ 16 ഇഞ്ചിൻ്റെ 17 ഇഞ്ചിൻ്റെ അങ്ങനെ 3 വേരിയൻറ്റിൽ ടയേഴ്സും അവൈലബിൾ ആണ്. 215, 55, R17 എന്നുള്ള രീതിക്കാണ് ടോപ്പ് എൻഡിലൊക്കെ വരുന്ന ടയർ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് നടക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് K1 പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത്. സാധാരണഗതിയിൽ ഗ്രാൻഡ് ഐറ്റൻ നിയോസിലൊക്കെ വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴത്തേക്കും വില കുറയും എന്നൊരു പ്രതീക്ഷ എനിക്ക് പേഴ്സണലി ഉണ്ട്. കാരണം ഇപ്പോൾ കിയ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനം പ്ലേസ് ചെയ്യുന്നത് സെൽറ്റോസിനും സോണറ്റിനും ഇടയ്ക്കാണ്. എന്നാൽ പോലും ഇതിനകത്ത് ഏതെങ്കിലും ഒരു വേരിയൻറ്റ് ഒരു അഫോർഡബിൾ റേഞ്ചിൽ തീർച്ചയായിട്ടും വരും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സീറ്റ് എന്ന് പറയുന്നത് അവിടെയാണ് കിയ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ടോപ്പ് എൻഡിലേക്കൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്ന, സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന, വെന്റിലേറ്റഡ് ആയിട്ടുള്ള നല്ല രീതിക്ക് റിക്ലൈൻ ചെയ്യാൻ കഴിയുന്ന ബാക്ക് സീറ്റുകളാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല മൊത്തത്തിൽ ഈ ബാക്ക് സീറ്റ് റിക്ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 390 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. അതല്ല നോർമലായിട്ടുള്ള രീതിക്ക് ആ ഒരു സീറ്റ് പൊസിഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 465 ലിറ്ററാണ്. അത് മാത്രമല്ല നമുക്ക് എടുത്തുകൊണ്ട ഒരു കാര്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 190 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അത് അൺലാഡൻ ആണ്. നമ്മൾ ആളുകൾ കയറിയിരിക്കുമ്പോഴത്തേക്കും ഒരു കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. അത് നോക്കിയ സമയത്ത് ഏകദേശം ഒരു 170 മില്ലിമീറ്റർ റേഞ്ചിലേക്കൊക്കെ വരുന്നുണ്ട്. തീർച്ചയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെയിറ്റ് കയറുന്നതനുസരിച്ച് ഈ ഗ്രൗണ്ട് ക്ലിയറൻസിൽ കുറവ് വരുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തൊരു കാര്യം തന്നെയാണ്. പിന്നെ ടെക്നോളജി ഫോർ ലൈഫ് എന്നുള്ള രീതിക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഏകദേശം 30 ഇഞ്ചിൻ്റെ വലിയൊരു സ്ക്രീനാണ്, ട്രിനിറ്റി സ്ക്രീൻ എന്നുള്ള രീതിക്കാണ് പറയുന്നത്. 10.25 ഇഞ്ച് അപ്രോക്സിമേറ്റ്ലി 10.3 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും അത് മാത്രമല്ല 10.25 ഇഞ്ചിൻ്റെ മാസീവായിട്ടുള്ളൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഇടയിൽ ഒരു 5 ഇഞ്ചിൻ്റെ ഒരു ചെറിയൊരു പോർഷനുണ്ട്. അതിനകത്താണ് ഈ AC കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. മാനുവലായിട്ട് നമുക്ക് AC കൺട്രോൾ ചെയ്യാൻ കഴിയും. പിന്നെ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട പോയിന്റുകൾ, വാഹനത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്
നല്ല വിസിബിലിറ്റി ഉണ്ട് ഈ ഒരു വാഹനത്തിൽ. അതായത് DLO, ഡേ ലൈറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് വളരെയധികമാണ്. കാരണം നമുക്ക് ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ക്ലസ്ട്രോഫോബിക് ഫീല് കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിനകത്തുള്ള സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് മികച്ചതാണ്. കാരണം ഫ്രണ്ടിലേക്ക് ഇരിക്കുമ്പോഴത്തേക്ക് നല്ല വൃത്തിയായിട്ട് നമുക്ക് ഫ്രണ്ട് എല്ലാം കാണാൻ കഴിയും. അത് മാത്രമല്ല ബോണറ്റിൻ്റെ കോർണർ, എഡ്ജുകൾ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. നല്ല രീതിക്ക് ഫ്രണ്ട് കണ്ട് വാഹനം ഓടിക്കാൻ കഴിയുക, അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സേഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ കോംപ്രമൈസും കാര്യങ്ങളൊന്നുമില്ല. 6 എയർ ബാഗ് ഉണ്ട്. ഓട്ടോമാറ്റിക്കലാണെന്നുണ്ടെങ്കിൽ 4 വീലിലും ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളുണ്ട്. ബാക്കി ഉള്ള വേർഷൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാനുവൽ ട്രാൻസ്മിഷനിലാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തു വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഡാസിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട്. അഡാസ് ലെവൽ 2 ഉണ്ട്. 360 ഡിഗ്രി ക്യാമറ ഏറ്റവും ടോപ്പ് എൻഡിലൊക്കെ ഉണ്ട്. പിന്നെ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 360 ഡിഗ്രി ക്യാമറയുടെ ക്ലാരിറ്റി എന്ന് പറയുന്നത് അത് നെക്സ്റ്റ് ലെവലാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് 2550 മില്ലിമീറ്ററിൻ്റെ ഒരു വീൽ ബേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം 1.5 ആണ്, ഡീസൽ എഞ്ചിനുണ്ട്. അത് നമുക്ക് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. 250 Nm ടോർക്കുണ്ട്. അത് മാത്രമല്ല 115 PS പവറുണ്ട്. അത് മാത്രമല്ല 1 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനുണ്ട്. അത് 172 Nm ടോർക്കാണ്. അപ്രോക്സിമേറ്റ്ലി 115 PS പവറും അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വാഹനം ഓടിച്ച സമയത്ത് ടയർ നോയ്സ് നല്ല രീതിക്ക് നമുക്ക് കേൾക്കുന്നുണ്ട്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യമെന്ന് പറയുന്നത് വളരെ മികച്ച സസ്പെൻഷൻ തന്നെയാണ്. കാരണം ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് മക്സ്പേഷൻ സ്റ്റഡ് തന്നെയാണ്. ബാക്കിൽ കപ്പിൾഡ് ടോർഷൻ ബീം ആക്സിൽ സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് വലിയ സ്മൂത്ത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു സ്മൂത്ത് സസ്പെൻഷൻ തന്നെയാണ്. പക്ഷേ ചെറിയൊരു റോഡിൻ്റെ ആൻഡുലേഷൻസ് ഒക്കെ അനുസരിച്ചിട്ട് ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റ് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും പറയേണ്ടത് ഈ ഒരു വാഹനത്തിനകത്തുള്ള ഹെഡ് റൂം, ലെഗ് റൂമൊക്കെയാണ്. ബാക്കിൽ 3 പേര്, നല്ല സൈസുള്ള 3 പേർക്ക് ഇരിക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ആവറേജ് ആയിട്ടുള്ള 3 പേർക്ക് തീർച്ചയായിട്ടും ഇരിക്കാൻ കഴിയും. എന്നാൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിംഗ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. പ്രൈസിങ് പാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഫെയിൽ ആയിരിക്കും. കാരണം പ്രൈസിങ് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ റൈഡും ഹാൻഡ്ലിങ്ങും കംഫർട്ടും ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിനകത്തുള്ള ഒരു സ്പേസ് ആണ്. ഈ വാഹനം ഓടിക്കുന്ന സമയത്തുണ്ടാകുന്ന, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം തിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ റോട്ടിൽ ചെന്നിട്ട് റിവേഴ്സ് എടുക്കുന്ന സമയത്തൊക്കെ കിട്ടുന്ന വിസിബിലിറ്റി എന്ന് പറയുന്നത് അപാരമാണ്. അത് വലിയ ഒരു കാര്യം തന്നെയാണ്. എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം, അതായത് K1 പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വാഹനത്തിന് വേണ്ടിയിട്ട് നല്ല രീതിക്കുള്ള റീസ്ട്രക്ചറിങ് നടന്നിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല ഡീസലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുണ്ട്. ഡീസലിന് കൃത്യമായിട്ട് 22 കിലോമീറ്ററിനടുത്ത് മൈലേജ് ലഭിക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് മാനുവലിൻ്റെ കേസിലാണ് ഞാൻ പറഞ്ഞത്. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന് ഡീസൽ എഞ്ചിൻ തന്നെയാണ് നമ്മുടെ സോണറ്റിലും സെൽട്ടോസിലൊക്കെ ഇരിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഒരു ട്യൂണിങ്ങിൽ ചേഞ്ച് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ സെൽട്ടോസും സോണറ്റൊക്കെ ഓടിച്ച ആളുകൾ ഈ ഒരു വാഹനം ഓടിക്കുമ്പോഴത്തേക്കും എന്താ ഈ ഡീസൽ എഞ്ചിൻ ഇങ്ങനെ ഒരു ലീനിയർ ആയിട്ടുള്ളൊരു പവർ നൽകുന്നത്? അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള ട്യൂണിംഗ് ആണ്, അതായത് ഗിയർ ഷിഫ്റ്റ് റേഷ്യോ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് നല്ല രീതിക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു കംഫർട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ട്യൂണിംഗ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റിലും അത് മാത്രമല്ല എഞ്ചിനിലും. തീർച്ചയായിട്ടും നിങ്ങളൊരു നല്ല രീതിക്ക് ഒരു യാത്ര ആസ്വദിച്ച് പതുക്കെ അല്ലെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഒരു പെർഫെക്റ്റ് വാഹനം തന്നെയായിരിക്കും. പക്ഷേ ഡിസൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലുക്ക് എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആകുമ്പോഴത്തേക്കും അത്തരത്തിലൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.